രാഷ്ട്രീയ സംവാദങ്ങളെ ആരും വേണ്ടെന്ന് പറയില്ല, സംവാദങ്ങൾ വേണം. പക്ഷെ രാഷ്ട്രീയ സംവാദങ്ങളിൽ എല്ലാ ആളുകളും കാണിക്കേണ്ടത് ഒരു മര്യാദയാണ്. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം. രാഷ്ട്രീയ വിമർശനങ്ങളിൽ മറുഭാഗത്തോട് കാണിക്കേണ്ടുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് വിമർശിക്കുന്നത് മൂർച്ചയായിട്ട് പറയണം, സന്ധി പാടില്ല. നിലപാടിൽ മൂർച്ച വേണം, സന്ധി പാടില്ല. പക്ഷേ ആ വിമർശനങ്ങൾ പറയുമ്പോഴത്തേക്കും പ്രയോഗിക്കുന്ന വാക്കുകളെ പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കണം. അത് അദ്ദേഹം പഠിക്കണം. അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോവുകയാണ് പ്രതിപക്ഷത്ത് തന്നെ. അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ട കടമയുണ്ട്. അദ്ദേഹം അത് പഠിച്ചാൽ നല്ലതാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഒരു വലിയ മഹത്വമാണ് ശശി തരൂരിനെ പറ്റി. അദ്ദേഹം വരുന്നു, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു, ഇനി കോൺഗ്രസിനെ പിന്താങ്ങും, ജാഥയിലേക്ക് വരാൻ പോകുന്നു, മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിൻ്റെ കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കുവയ്ക്കും എന്നൊക്കെ പറയുന്നു. ഒരുപാട് പുകഴ്ത്തലുകൾ. പക്ഷേ ഇന്നത്തെ ഞാൻ വായിച്ചു പേപ്പറിൻ്റെ അകത്ത് ശശി തരൂരിൻ്റെ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറയുന്ന സർക്കാർ അനുകൂല BJP അനുകൂല പ്രസ്താവനകളെല്ലാം ഇന്ത്യക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ? ഇന്ത്യ സമം BJP എന്നാണോ അർത്ഥം? അത് പറയേണ്ടത് സതീശൻ മാത്രമല്ല, തരൂർ പറയണം. ഇന്ത്യ ഈസ് ഈക്വൽ ടു BJP എന്ന രാഷ്ട്രീയമാണ് ഇപ്പോഴും അദ്ദേഹത്തെ നയിക്കുന്നത്. പുതിയ കാര്യങ്ങൾ എല്ലാ ആഴ്ച തോറും BJPക്ക് അനുകൂലമായിട്ടോ മോദിക്ക് വേണ്ടിയോ എന്തെങ്കിലും പറയാതെ ഉറങ്ങാൻ കഴിയാത്ത ആളാണ് തരൂർ എന്ന കാര്യം ഇന്ത്യ കാണുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് മനസ്സ് മാറിയിട്ട് സതീശന് തീർത്ഥയാത്ര പോലെ പോയി ആ വീട്ടിലേക്ക്. തീർത്ഥയാത്ര പോലെയാണ് പോയത്. തീർത്ഥയാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പറഞ്ഞു എല്ലാം ശരിയായി, ഇനിയിപ്പോൾ തരൂരിനെ പേടിക്കണ്ട, തരൂർ നമ്മുടെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പറയുന്നു. എൻ്റെ ചോദ്യം ലളിതമാണ്, ഈ ഉറപ്പിന് എത്ര മാസത്തെ വാറൻറ്റി ഉണ്ട്? കൊല്ലത്തെ അല്ല, എത്ര മാസത്തെ വാറൻറ്റി ഉണ്ട്? തരൂരിൻ്റെ BJP അനുകൂലമായിട്ടുള്ള പ്രസ്താവന പരമ്പര ഓർക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ കോൺഗ്രസ് സ്നേഹത്തിൻ്റെ വാറൻറ്റി ഏതാനും ആഴ്ചകളായിരിക്കാം.